കേരള രാഷ്ട്രീയത്തിൽ മേയർ ബ്രോ എന്ന പേരിൽ ഏജൻസികൾ കെട്ടിപ്പൊക്കിയ ആ വൻമരം ഒടുവിൽ കടപുഴകി വീണിരിക്കുന്നു. അതെ, ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് വി.കെ. പ്രശാന്ത് MLA പെട്ടിമടക്കി പടിയിറങ്ങുകയാണ്. വെറുമൊരു കൗൺസിലർക്ക് മുന്നിൽ, അതും ഒരു വനിതാ ജനപ്രതിനിധിക്ക് മുന്നിൽ ഇത്രയേ ഉള്ളോ ഈ പറയുന്ന യുവസിംഗം? പക്ഷെ ഇതൊരു വെറുമൊരു ജനപ്രതിനിധി അല്ല കേട്ടോ. ഇത്രയും കാലം ആ കൗൺസിലറെ വേട്ടയാടിയ സൈബർ സഖാക്കൾക്കും അവർക്ക് കുഴലൂത്തു നടത്തിയ മാധ്യമങ്ങൾക്കും മുഖത്തേറ്റ പ്രഹരമാണിത്. IPS കരുത്തുള്ള, നിയമവും ചട്ടവും വിരൽത്തുമ്പിലുള്ള ശ്രീലേഖ എന്ന നിലപാടുള്ള സ്ത്രീക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പ്രശാന്ത് തോറ്റു പിന്മാറുകയാണ്. വട്ടിയൂർക്കാവിൽ ഇനി എന്ത് സംഭവിക്കും? പ്രശാന്ത് ഭയന്നോടുകയാണോ, അതോ CPM ഈ വാടക വിവാദത്തിൽ നാണം കെട്ടി നിൽക്കുകയാണോ? കേരളം ചർച്ച ചെയ്യുന്ന ഈ രാഷ്ട്രീയ യുദ്ധത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് വെറും ഒരു ഓഫീസ് മാറ്റമല്ല, ഒരു രാഷ്ട്രീയ അഹങ്കാരത്തിന്റെ പതനമാണ്. നമുക്കറിയാം, കുറച്ചു ദിവസങ്ങളായി ശാസ്തമംഗലം കോർപ്പറേഷൻ കെട്ടിടത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടന്നു വരികയായിരുന്നു. വട്ടിയൂർക്കാവ് MLA വി.കെ. പ്രശാന്തിന്റെ ഓഫീസ് ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വാർഡ് കൗൺസിലർ ശ്രീലേഖ MLA ഓഫീസ് അവിടെ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് പ്രശാന്ത് എന്താണ് പറഞ്ഞത്? കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വീരവാദം. ഒരു ജനപ്രതിനിധി മറ്റൊരു ജനപ്രതിനിധിയോട് കാണിക്കേണ്ട മിനിമം മര്യാദ പോലും പ്രശാന്ത് കാണിച്ചില്ല. കൗൺസിലറുടെ അധികാരത്തെ ചോദ്യം ചെയ്തു. എന്നാൽ ഇന്ന് ആ വാക്കുകളെല്ലാം വിഴുങ്ങിക്കൊണ്ട് പ്രശാന്ത് മരുതൻകുഴിയിലേക്ക് ഓഫീസ് മാറ്റുകയാണ്. എന്റെ പ്രശാന്ത് പഴയ വീരവാദമൊക്കെ എവിടെ പോയി? നിയമം നടപ്പിലാക്കാൻ ഒരു സ്ത്രീ ഉറച്ചു നിന്നപ്പോൾ ബ്രോ ഇമേജ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ബോധ്യമായോ? ഈ വിവാദങ്ങൾക്കിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന കെട്ടിടത്തിന് MLA നൽകിയിരുന്ന വാടക വെറും 872 രൂപയാണ്. വിവരാവകാശ രേഖകൾ പുറത്തു വന്നപ്പോ സഖാക്കൾ ശരിക്കും ഞെട്ടി. ഒരു സാധാരണക്കാരൻ 10 സ്ക്വയർ ഫീറ്റ് മുറിക്ക് പോലും 5000 രൂപ വാടക കൊടുക്കുന്ന നാട്ടിലാണ് ഒരു ജനപ്രതിനിധി സർക്കാർ ഖജനാവിനെ ഇങ്ങനെ വെട്ടിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോ അതിനെ രാഷ്ട്രീയ വൈരാഗ്യമായി ചിത്രീകരിക്കാനാണ് പ്രശാന്തും സംഘവും ശ്രമിച്ചത്. എന്നാൽ ഈ വാടക വിവാദം ഒരു ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് BJPയും കോൺഗ്രസും ഇത് ആയുധമാക്കിയത്. വട്ടിയൂർക്കാവിലെ വോട്ടർമാർക്ക് മുന്നിൽ ഈ 872 രൂപ ഒരു ചർച്ചയായി മാറിയാൽ പ്രശാന്തിന് വോട്ട് കിട്ടില്ലെന്ന് CPM നേതൃത്വം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ വിവാദങ്ങൾക്കില്ല, വികസനത്തിനാണ് മുൻഗണന എന്ന ലേബലിൽ പ്രശാന്തിനെ കൊണ്ട് ഓഫീസ് ഒഴിപ്പിക്കുന്നത്. ഇത് വികസനമല്ല പ്രശാന്ത്, ഇത് ഈ നാണക്കേട് ഭയന്നുള്ള ഒളിച്ചോട്ടമാണ്. ശ്രീലേഖ എന്ന കൗൺസിലറെ ഒന്ന് കാണണം. IPS പശ്ചാത്തലമുള്ള നിയമങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു സ്ത്രീ. അവർക്ക് മുന്നിലാണ് പ്രശാന്തിന്റെ എല്ലാ അടവുകളും പിഴച്ചത്. MLA ഓഫീസിന് മുകളിൽ കൗൺസിലറുടെ പേരെഴുതിയ ബോർഡ് വെച്ചപ്പോ സഖാക്കൾ അലറിക്കരഞ്ഞു. MLAക്ക് മുകളിൽ കൗൺസിലറോ എന്നായിരുന്നു ചോദ്യം. അതേ പ്രശാന്ത് ആ കെട്ടിടത്തിന്റെ കാര്യത്തിൽ കൗൺസിലർ തന്നെയാണ് അധികാരി. പ്രോട്ടോകോൾ നോക്കി വോട്ട് ചെയ്യുന്നവരല്ലല്ലോ വട്ടിയൂർക്കാവുകാർ. തന്റെ വാർഡിലെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന് ശ്രീലേഖ തെളിയിച്ചു. MLAയുടെ രാഷ്ട്രീയ അഹങ്കാരത്തിന് മുകളിൽ തന്റെ പേരെഴുതിയ ബോർഡ് വെച്ച് ശ്രീലേഖ നൽകിയത് ഒരു കൃത്യമായ സന്ദേശമാണ്. ഇവിടെ നിങ്ങളുടെ ഗുണ്ടായിസം നടക്കില്ല. അതൊക്കെ പണ്ട്. ഇപ്പോ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയൊരു ചർച്ചയുണ്ട്. പ്രശാന്ത് വട്ടിയൂർക്കാവ് ഉപേക്ഷിക്കുന്നു. നിലവിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ മാറ്റാനാണ് CPMന്റെ നീക്കം. എന്തുകൊണ്ട്? വട്ടിയൂർക്കാവിൽ പ്രശാന്തിന് ഇനിയൊരു ജയം അസാധ്യമാണെന്ന് പാർട്ടി സർവേകളും പറയുകയാണ്. BJPയോടെ ശ്രീലേഖയെ തന്നെ സ്ഥാനാർത്ഥിയായി ഇറക്കാൻ ആലോചിക്കുന്നുമുണ്ട്. ഒരു സ്ത്രീ കൗൺസിലറോട് തോറ്റ് ഓഫീസ് ഒഴിഞ്ഞു പോയ ഒരാൾക്ക് അതേ സ്ത്രീക്കെതിരെ വോട്ട് ചോദിക്കാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? ശബരിമല വിഷയത്തിൽ പ്രതിക്കൂട്ടിലായ കടകംപള്ളിയെ മാറ്റാനും വട്ടിയൂർക്കാവിൽ തോൽവി ഉറപ്പായ പ്രശാന്തിനെ രക്ഷിക്കാനുമുള്ള CPMന്റെ ഈ ഡബിൾ ഗെയിം ജനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കഴക്കൂട്ടത്തെ ജനങ്ങൾ പൊട്ടന്മാരാണോ? സ്വന്തം വാർഡിലെ ഒരു തർക്കം തീർക്കാൻ കഴിയാത്ത പ്രശാന്ത് എങ്ങനെയാണ് മറ്റൊരു മണ്ഡലത്തെ രക്ഷിക്കുന്നത്? ഈ വിഷയത്തിൽ ശ്രീലേഖ അനുഭവിച്ച മാധ്യമ വേട്ടയാടലും ചെറുതല്ല. പ്രമുഖ ചാനലുകൾ പോലും പ്രശാന്തിനെ ഇരയായും ശ്രീലേഖയെ വില്ലത്തിയായും ചിത്രീകരിച്ചു. സോഷ്യൽ മീഡിയയിൽ സൈബർ ഗുണ്ടകൾ ആ സ്ത്രീയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. പക്ഷെ അവർ പതറിയില്ല, അവർ ഇതിലപ്പുറം കണ്ടതാണ്. സത്യം അവരുടെ പക്ഷത്തായിരുന്നു. ഇന്ന് പ്രശാന്ത് ഓഫീസ് ഒഴിയുമ്പോൾ ആ മാധ്യമങ്ങളൊന്നും ചർച്ചയ്ക്കില്ല. ആ സഖാക്കളൊന്നും പോസ്റ്റുകളും ഇടുന്നില്ല. കാരണം അവർക്ക് മറുപടിയില്ല. നാവിറങ്ങിപ്പോയി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്രയും വലിയൊരു തിരിച്ചടി LDFന് ലഭിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പെണ്ണൊരുമയെ ഭയന്ന്, സ്ത്രീവിരുദ്ധ പ്രതിച്ഛായ ഭയന്ന് ഒടുവിൽ CPM സംസ്ഥാന നേതൃത്വം തന്നെ പ്രശാന്തിനെ കൊണ്ട് പത്രിക എഴുതി വാങ്ങിപ്പിച്ചു. പ്രശാന്ത് പറയുന്നു അദ്ദേഹം വികസനത്തിന് വേണ്ടിയാണ് മാറുന്നത് എന്ന്. മരുതൻകുഴിയിൽ വലിയ സൗകര്യങ്ങളുള്ള ഓഫീസ് കണ്ടെത്തിയത്രേ. ഇത്രയും കാലം ഇല്ലാത്ത എന്ത് സൗകര്യമാണ് പെട്ടെന്ന് മരുതൻകുഴിയിൽ ഉണ്ടായത്?
ഇത് പച്ചക്കള്ളമാണ്. കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാനാണ് വികസനത്തിന്റെ പേര് പറയുന്നത്. മേയർ ബ്രോ എന്ന പേരിൽ തിരുവനന്തപുരത്ത് നടന്നത് വലിയൊരു PR തട്ടിപ്പായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. ഒരു വനിതാ പ്രതിനിധിയുമായി സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിന്റെ മുഴുവൻ പ്രതിനിധിയാകുന്നത്? വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ നൽകിയ വോട്ടിന്റെ വില ഇതാണോ? ഈ ഓഫീസ് യുദ്ധം വട്ടിയൂർക്കാവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറ്റിമറിച്ചു. ശ്രീലേഖയെ മുന്നിൽ നിർത്തി BJP നടത്തുന്ന നീക്കങ്ങൾ പ്രശാന്തിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ഒരുപക്ഷെ പ്രശാന്ത് കഴക്കൂട്ടത്തേക്ക് മാറിയാൽ അത് വട്ടിയൂർക്കാവിൽ BJPക്ക് വലിയ സാധ്യതയാണ് തുറന്നു നൽകുന്നത്. CPMന്റെ കോട്ടകൾ ഒന്നൊന്നായി തകരുകയാണ്. അഹങ്കാരവും ധിക്കാരവും മുഖമുദ്രയാക്കിയ നേതാക്കളെ ജനങ്ങൾ പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ശാസ്തമംഗലത്തെ ഈ കോലാഹലങ്ങൾക്കും തർക്കങ്ങൾക്കും പിന്നിൽ കേവലം ഒരു മുറിവാടകയോ ബോർഡ് സ്ഥാപിക്കലോ മാത്രമായിരുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ വിദ്വേഷം പുകയുന്നുമുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ കോട്ടകളിൽ BJP വിള്ളൽ ഉണ്ടാക്കിയതിന്റെയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ BJPയുടെ കരുത്തുറ്റ മുന്നേറ്റത്തിന്റെയും ചൊരുക്കായിരുന്നു ഇത്രയും കാലം നമ്മൾ അവിടെ കണ്ടത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും കണ്ടപ്പോൾ കാലങ്ങളായി അവിടെ അടക്കി വാണിരുന്ന CPMന് അത് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ആ അസഹിഷ്ണുതയുടെ ഇരയായിരുന്നു വാർഡ് കൗൺസിലറായ R. ശ്രീലേഖ. BJP അധികാരത്തിൽ വന്നതിന്റെയും അതുപോലെ തന്നെ ജനങ്ങൾ BJPയെ നെഞ്ചേറ്റുന്നതിന്റെയും കടുപ്പമേറിയ വിദ്വേഷമാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ശ്രീലേഖയ്ക്ക് നേരെ CPM ചൊരിഞ്ഞത്. തങ്ങളുടെ കുത്തക എന്ന് കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ BJP കരുത്താർജിക്കുന്നത് കണ്ടപ്പോ അവരെ എങ്ങനെയും തകർക്കണമെന്ന വാശിയിലായിരുന്നു പ്രശാന്തും സംഘവും. ഒരു വനിതാ ജനപ്രതിനിധിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന വാശിയും MLA എന്ന പദവി ദുരുപയോഗം ചെയ്ത് അവരെ നിഴലിലാക്കാമെന്ന മോഹവുമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ശ്രീലേഖ ഉയർത്തിയ ഓരോ ചോദ്യവും BJP എന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടുകളായിരുന്നു. അതുകൂടി ഇവിടെ വ്യക്തമാവുകയാണ്. അത് നിയമത്തിന്റെ വഴിയേയുള്ള പോരാട്ടമായിരുന്നു. BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഭയചകിതരായ CPM നേതൃത്വം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് ഇപ്പോൾ ഈ നാണം കെട്ട പിന്മാറ്റത്തിന് തയ്യാറായിരിക്കുന്നതും. ഇത്രയും കാലം BJPയെയും ശ്രീലേഖയെയും അധിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ മറുപടി ഇല്ലാതായിരിക്കുകയാണ്. രാഷ്ട്രീയമായ ഈ വിജയം BJPക്ക് വട്ടിയൂർക്കാവിൽ നൽകുന്ന ആവേശം ചെറുതല്ല. BJP അധികാരത്തിൽ വന്നാൽ വികസനം മുടങ്ങുമെന്ന് പ്രസംഗിച്ച് നടന്നവർക്ക് വികസനം എന്നാൽ BJP എന്ന് ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. സ്വന്തം അഴിമതിയും വാടക തട്ടിപ്പും പുറത്തു വന്നപ്പോൾ ഓടാൻ വഴിയില്ലാത്ത അവസ്ഥയാണ് അവർക്ക്. R. ശ്രീലേഖയെ ഒരു വ്യക്തിയായിട്ടല്ല, BJP എന്ന വലിയ രാഷ്ട്രീയ ശക്തിയുടെ പ്രതിനിധിയായിട്ടാണ് പ്രശാന്ത് നേരിട്ടത്. എന്നാൽ ആ പോരാട്ടത്തിൽ മേയർ ബ്രോ എന്ന വ്യാജ പ്രതിച്ഛായ തകർന്നു വീണു. BJPയുടെ രാഷ്ട്രീയ സ്വാധീനം വട്ടിയൂർക്കാവിൽ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ സംഭവത്തിലൂടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു സ്ത്രീയെ വേട്ടയാടിയും അധികാര ഗർവ് കാണിച്ചും BJPയെ ഒതുക്കാമെന്ന് കരുതിയവർക്ക് ജനങ്ങൾ നൽകിയ താക്കീതാണിത്. ഇപ്പോൾ ആ പഴയ ചുരുക്കും വാശിയും എല്ലാം മാറിക്കിട്ടിയ മട്ടിലാണ് പ്രശാന്തിന്റെ പടിയിറക്കം. വിവാദങ്ങൾക്കില്ല എന്ന ഇരവാദം ഉയർത്തുന്നത് തോൽവി സമ്മതിച്ചതിന്റെ ലക്ഷണമാണ്. വട്ടിയൂർക്കാവിലെ ജനങ്ങൾ BJPയെ വിശ്വസിക്കുന്നത് ഇത്തരം മാർജവമുള്ള നിലപാടുകൾ കൊണ്ടാണ്. VK പ്രശാന്ത് ശാസ്തമംഗലത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് നൽകുന്നത് സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ എത്ര വലിയ MLA ആയാലും എത്ര വലിയ PR ഏജൻസികൾ കൂടെ ഉണ്ടായാലും നിയമത്തിനും ജനഹിതത്തിനും മുകളിൽ പറക്കാൻ കഴിയില്ല. BJPയുടെ വളർച്ചയിൽ വിരളി പൂണ്ട് നടത്തിയ ഈ നാടകങ്ങൾക്കെല്ലാം ഒടുവിൽ തിരശ്ശീല വീഴുമ്പോൾ വിജയിക്കുന്നത് സത്യമാണ്. R. ശ്രീലേഖ എന്ന BJP പ്രതിനിധിക്ക് മുന്നിൽ പ്രശാന്ത് മുട്ടുമടക്കിയത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ്. വട്ടിയൂർക്കാവിൽ BJPക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ല, ശാസ്തമംഗലത്തും ഇല്ല. മുന്നേറ്റം മാത്രമേ ഉള്ളൂ. ഈ രാഷ്ട്രീയ വഞ്ചനയ്ക്കും അഴിമതിക്കും വോട്ടർമാർ ബാലറ്റിലൂടെ മറുപടി നൽകുന്ന കാലം അതിദൂരെയല്ല. പ്രശാന്ത് വട്ടിയൂർക്കാവ് വിട്ട് കഴക്കൂട്ടത്തേക്ക് പോയാലും അവിടെയും ജനങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഈ 872 രൂപയുടെ വാടക കണക്കും ഒരു സ്ത്രീയോട് കാണിച്ച അഹങ്കാരത്തിന്റെയും കണക്കും ചോദിക്കാൻ. എന്തായാലും പ്രശാന്തിന്റെ ഈ പടിയിറക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.